ആ ഒറ്റ മിനിറ്റ് ബ്രോ. ഹലോ കേക്കാവല്ലോ? ഹലോ 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 എടാ ഒന്നടാ. ഹലോ ബ്രോ. ഹലോ മുതുക്ക് ഹലോ എടാ വയലറ്റ് മുടി നിന്നോടാ. വയലറ്റ് മുടി വയലറ്റ് മുടിയടാ. കേക്കാവടാ നിനക്ക്? നിന്റെ കൂടെ നേരത്തെ ഒരുത്തുണ്ടായിരുന്നല്ലോ. നിന്റെ കൂടെ നേരത്തെ ഒരുത്തുണ്ടായിരുന്നല്ലോ. ആ അവന്റെ പേരെന്താ? പമ്പിലുണ്ടായിരുന്നോ? പമ്പിലോ? അവല്ല നിനക്ക് അവനായിട്ട് പരിചയമില്ല? ഇല്ല, എന്നോടെ കൊണ്ടാക്കിയത്. ഞാൻ പുതിയതാ, എനിക്ക് വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് ആള് കൊണ്ടാക്കിയത് തന്നെ. ഈ ബൈക്ക് എടുത്തോട്ടെ. അവൻ സിറ്റിസൺ ആണോ അതോ ഗ്യാങ് വല്ലോ ആണോ? ഇതാരുടെ ബൈക്ക്? അറിഞ്ഞൂടാ ബ്രോ. ഞാൻ ഒരു പമ്പില് വെറുതെ നടന്നോണ്ടിരിക്കും. വണ്ടി എടുത്താ എന്റെ വണ്ടിയല്ലേ ബ്രോ? പറഞ്ഞാ പോരെ ബ്രോ. ബ്രോയുടെ പേരെന്താ? ബ്രോയുടെ പേരെന്താ? റേഡിയോ ബ്രോയുടെ പേരെന്താ? ഹലോ കൊച്ചപ്പൻ ജർമ്മന്റെ കൂട്ടുകാരൻ അല്ലേ? ആ അത് തന്നെ. ജർമ്മനെ കണ്ടായിരുന്ന ഇന്ന്? ഇതാരടാ ജർമ്മൻ? ആരാടാ? ഒരു വായിൽ കുഴട്ട് സംസാരിക്കുന്നുണ്ട്. ഓ അങ്ങനെ. ഓക്കെ. ഓ മറ്റേ ഇന്നലെ നമ്മളെ ഇതാക്കിയത്. ഇന്നലത്തെ എടാ എന്താ 500 വട്ടം അടിച്ചു ഈ സിറ്റി. മറ്റവൻ പോവുകയും ചെയ്ത്. എടാ ബേബി എടുത്തു. എടാ ഇവനായിരുന്നു അവൻ്റെ കൂടെ ഉള്ളത്. പക്ഷെ മറ്റേ സിറ്റിസൺ ആണെന്ന് പറഞ്ഞത്. അല്ലല്ല ഇവ സിറ്റിസൺ ആണോ അവൻ സിറ്റിസൺ ആണോന്ന് അറിഞ്ഞൂടാ. അവന്റെ പേരെന്താ? സുര എന്നാണ് അവൻ പറഞ്ഞത്. എന്താന്ന്? സൂര്യ? ആ ഇഷയല്ലേ ഇത്? ബോബോയുടെ ഇഷയല്ലേ ഇത്? ആ ഇഷ സുഖാണോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെ ഇഷാകൃഷ്ണനാണ്. ഓ എന്തോ സുഖം ഒറ്റ പാച്ചൂസേ. ഏത് പാച്ചൂസ്? സിറ്റിയുടെ ഒരു 100 പേരുണ്ട്. ഈ പാച്ചൂസ് സിറ്റിയുടെ ഒരു 100 പേരുണ്ട് ഇല്ല മോനെ? ഇല്ല, ആകെ 2 പേരൊന്നുള്ള. വണ്ണാൻ്റെ ഉള്ളി ആവണം. മനസ്സിലായ സാർ കേറാ? അയ്യോ ഇവന് വേറെ ജർമ്മൻ കണ്ടാപ്പിയ എന്താടാ ഇല്ലേ നമ്മുടെ ഓ അങ്ങനെ. ഞാനൊരു ക്യാമറ പറഞ്ഞോ ബ്രോ. അല്ല ബ്രോ ഒന്ന് പുറത്തോട്ട് വരുമോ ബ്രോ? ഹലോ ഹലോ ബ്രോ. ബ്രോയുടെ പേരെന്താ? ബ്രോയുടെ പേരെന്താ? ഐ ഡി കാർഡ് കാണിച്ചടാ. നിന്റെ ഐ ഡി കാർഡ് ഒന്ന് കാണിച്ചേന്ന്. കാണിക്കുന്നീ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നീ ഐ ഡി കാർഡ് കാണിക്കടാ. പോലീസൊന്നും അല്ല. നിന്റെ കൂടെ ഉള്ള കൊണ പറഞ്ഞിട്ടല്ലേ നീ അവന്റെ കൂടെ വന്ന തന്നെയല്ലേ നിന്നെ എടുത്തോണ്ട് പോവാ. മനസ്സിലായോ? എന്നിട്ട് നിന്നെ വെച്ച അവനെ മേടിക്കും. നിന്റെ പേര് നമുക്ക് കൺഫേം ആണോ എന്ന് അറിയണം. അത്രേ ഉള്ളു. നീ പോലീസാണോ പട്ടാളാണോന്നൊക്കെ ഇതാക്കാം. നീ കാണിക്കണ. നീ തോലിച്ചിട്ട് പോയാ ഇല്ല. നിന്റെ മീശ ഉണ്ടല്ലോ, നിന്റെ മീശയെ പിടിച്ചിട്ട് ഒട്ടിക്കും നിന്നെ വിട്ട്. മനസ്സിലായോ? അത് കാർഡ് എടുക്കണം. ഐ ഡി കാർഡ് എടുക്കണമെങ്കിൽ ഐ ഡി കാർഡ് എടുത്തിട്ടില്ല. വാ കൂടെ വാ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ഐ ഡി കാർഡ് എടുത്തിട്ട് വരാം. നമ്മൾ ഐ ഡി കാർഡ് നമ്മൾ എടുത്തായിരുന്നു. വാ അക്സെപ്റ്റ് ചെയ്യ്. അക്സെപ്റ്റ് ചെയ്യടാ. ഞെക്കടാ കുട്ടാ. നട്ടലിന് വരാൻ റബ്ബറാന്ന് വെച്ചാൽ ഇല്ല. വാ നീ വാ, നമുക്ക് ഐ ഡി കാർഡൊക്കെ എടുത്ത് പെതുക്ക് വരാം. നിന്റെ പേരെന്ന് പറഞ്ഞേ? പിള്ളേച്ചൻ. എക്സാക്ട് ആയിട്ട് നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം. അപ്പൊ ഐ ഡി കാർഡ് ആയിടാ. പിള്ളേച്ചൻ പിള്ളയും അച്ഛനെ എല്ലാം നീ വിളിക്കും. ഹായിയുടെ സ്പെല്ലിംഗ് അറിയത്തില്ലേ? HI ഹായ്. വിദ്യാഭ്യാസം ഇല്ലടാ. സമയം കൊറേ ആയേ. നിക്കറിട്ട് കണ്ണാടി ഇട്ട് ഇറങ്ങിയില്ല. നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ?
അതൊക്കെ കഴിയില്ലടാ, അതൊക്കെ എല്ലാം ഇല്ല, കഴിയാൻ വിദ്യാഭ്യാസം ഇല്ല. ചോദിക്കാം. അവന്റെ ഇപ്പൊ എന്തൊന്നും ചോദിക്കാൻ പറ്റും. എന്നാണ് ഇത് ഇതെന്നാണ് നമ്മുടെ വള്ളംകളി സച്ചിനയുടെ ചുണ്ടറൊക്കെ ഇരിപ്പുണ്ടല്ലോ യൂട്യൂബ് ഇതോടൊന്നും അറിയിക്കണേ. അങ്ങനെ ഇടിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ ഇടിപ്പിക്കാൻ പറ്റില്ല. എന്താണ് എത്ര ബുദ്ധിമുട്ട് എന്താടാ നിനക്ക്? എടാ നിനക്ക് എന്താ ഇടാൻ ബുദ്ധിമുട്ട്? കണ്ണാപ്പിയുടെ പറഞ്ഞു ബ്രോ ബ്രോ ആ പറ നീ ഗ്യാങ് ആണോ? നീ ഗ്യാങ് ആണോ? എടാ ഒറ്റ മിനിറ്റ് മോനെ ഒറ്റ മിനിറ്റ്. കേക്കാവോ ആ നീ ഗ്യാങ് ആണോ? ഞാൻ ഗ്യാങ്ങൊന്നുമല്ല. ഞാൻ ഇന്ന് കേറിയുള്ളൂ മച്ചാനെ. നീ ഇന്ന് കയറിയൊന്നും അല്ല. നീ അങ്ങ് നമ്മളെ അങ്ങ് ഉണ്ടാക്കല്ലേ നീ അങ്ങ്. എന്താണ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല മച്ചാനെ. പറഞ്ഞേ വിശ്വസിക്കും എന്തുണ്ടാക്കല്ലേ നീ. ഞാൻ ഹിന്ദി കേട്ടു. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു. വേറെന്ത് പറയാനേ നിന്റെ അടുത്ത്? എന്ത് പറയാ? താളമൊന്നും അടിക്കണ്ട കേട്ടോ. താളൊന്നും താളം അടിക്കണ്ട. താളമൊന്നും അടിക്കണ്ട. നിന്റെ കാര്യം നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചും അതേപോലെ മറുപടി പറഞ്ഞാണ്. മനസ്സിലായോ? ഇതിന്റെ പുറകിലോട്ട് ഇറങ്ങത്തില്ല കേട്ടാ. ചുണ്ണാണി അടിച്ച് താഴെ ഇടും കേട്ടോ. പിന്നെ നീ ആരാ ഇവിടുത്തെ പട്ടിയുടെ പോലെ മുടി വെച്ചാനെ. കൂളിംഗ് ക്ലാസ്സിൽ പട്ടിക്ക് കൂളിംഗ് ക്ലാസ് വെച്ചോണ്ട് നിന്നെ കാണാൻ മനസ്സിലായി. പട്ടിക്ക് കൂളിംഗ് ക്ലാസ് വെച്ചോലെ ഏടാ പട്ടിക്ക് കൂളിംഗ് ക്ലാസ് വെച്ചിട്ടുണ്ട്. ഏടാ ഡിനോസറോ? തമാശയാണോ നീ ഉദ്ദേശിച്ചേ? തമാശയാണോ ഉദ്ദേശിച്ചേ? ഞാൻ ഡിനോസറാണോ ഇതാണോ? നീ കുണയ്ക്കുമ്പോ നീ ഇതിന്റെ അകത്ത് ഉണക്കാ. പുറത്തോട്ടൊന്ന് ഉണക്കണ. നീ പുറത്തോട്ടൊന്ന് ഉണക്കണ. നീ എന്താടാ ഒരുത്തം കുണിക്കണം. അതാ അവൻ പറഞ്ഞ ഒരുത്തം കുണിക്കണം. നിന്റെ സംസാരിക്കത്തുള്ളൂ. പുറത്തോട്ട് സംസാരിച്ചാലുണ്ടല്ലേ നിന്റെ പേര് വെച്ചപ്പോ ആ പെണ്ണ ഇഷ്ടപ്പെട്ടില്ല. എന്താണ് നിന്റെ തന്ത ഇവന്റെ ബാക്കി തന്തമാര് ഇത് ചെറുതന്നെ പറയണ്ടോ? തന്തയാണ് നിനക്ക്. ഇല്ലാത്തവർക്ക് ബേബി ലീവ് വേണം. ബേബി നീ ലീവ് കണ്ട അച്ചിലൂക്കി ബോട്ടൊക്കെ വന്നിട്ട് താഴെ അടിക്കുന്നു. കാര്യം നിലത്തിരിക്കുന്ന വിളി അറിയാം. കാര്യം നിനക്ക് പിടിയില്ല. ഹലോ ബ്രോ ഹലോ ബ്രോ ഇങ്ങനെ ഒന്ന് കുറച്ചോളൂ ബ്രോ. സേഫ് സോണിൽ നിന്ന് കുറച്ചോളൂ. ഇറങ്ങും ബ്രോ ഇറങ്ങും. എനിക്കും പറയാനുള്ളത്. അത് തന്നെ. അവ ഒറ്റയ്ക്ക് വരും. ബ്രോ അവ ഒറ്റയ്ക്ക് വരും. ഞാൻ വരുന്നില്ല. അവ ഒറ്റയ്ക്ക് വരും. വേറെ ആരും ഇറങ്ങുന്നില്ല നമ്മളോട്. അവ ഒറ്റയ്ക്ക് വരും. ചെല്ലു പോയിട്ടോ. പിന്നെ വാ വെച്ച് നിന്റെ കിഴപ്പെന്താണ് നിന്റെ വായിക്കങ്ങ്? കണ്ണും പഴമൊന്നുമില്ലെങ്കിൽ മിണ്ടാ വായ അടച്ചങ്ങ് നിന്നോണം. മനസ്സിലാകണം. കണ്ണും പഴമില്ലെങ്കിൽ എന്നെ പിന്നെ നീ വിളിക്കാൻ വരാതെ നിന്റെ പട്ടിയൊന്നുമില്ല. പോണാന്ന് നീ ഇവിടെ വന്ന് സംസാരിക്കണം. നീ വിളിക്കുമ്പോ വരാനായിട്ട് നിന്റെ പാലാട്ടി പട്ടിയൊന്നുമില്ല. പോണാന്ന് കണ്ടി ഇറങ്ങി കേട്ടോക്കാ. പോടാ കണ്ടി ഇറങ്ങി. ഇവിടെ ഒരുത്തനും നിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് വരത്തില്ല കേട്ടോ. എടാ നീ വെളിയിലോട്ടിറങ്ങി കുറയ്ക്കണ. വാ നീ കുറയ്ക്കാ. വാ നീ വെളിയിലോട്ടിറങ്ങി കുറയ്ക്കും. വാ ഏതോ പെണ്ണൻ കണ്ടാ അറിയൂലേ. ഇത് ഏതോ പെണ്ണനാണ്. നട്ടലുണ്ടേ. ഒറ്റ ബ്രോ ഇത്ര ഉള്ളു പറഞ്ഞേ. ബ്രോ 5 വരെ ഉണ്ടാവും. കുണ്ടനല്ലെങ്കിൽ പുറത്തോട്ടിറങ്ങ്. 1 2 3 4 5 ജാസിത്താത്തെ ഇന്നോട്ട് നീ സിറ്റിയിലെ ജാസിത്താത്ത. എന്താ നിന്റെ പേര് പറഞ്ഞ പിള്ളച്ചനോ? നീ ഇന്നോട്ട് സിറ്റിയിലെ ജാസിത്താത്ത. പാപ്പ ആൻഡ് ഊരി ഇപ്പൊ കറക്റ്റായി. പാൻഡൂരി എന്താണത്? മഞ്ഞുമേൽ ബോയ്സ് 2 ഷൂട്ട് ചെയ്യാലോ അവിടെ. ഏടാ മഞ്ഞുമേൽ ബോയ്സ് 2 ഷൂട്ട് ചെയ്യാലോടാ. നീ പുറത്തോട്ടിറങ്ങ്. എടാ ഇതിന്റെ അകത്ത് കുണയ്ക്കാൻ നീ പുറത്തോട്ടിറങ്ങ്. നീ പുറത്തോട്ടിറങ്ങി സംസാരിക്കുവാ. നീ വാടാ പുറത്തോട്ടിറങ്ങി സംസാരിക്കും. വാ പുറത്തോട്ടിറങ്ങ്. ഏതോ പെണ്ണൻ പുറത്തോട്ടിറങ്ങി സംസാരിക്കും. വാടാ കുട്ട മോനെ പുറത്തോട്ടിറങ്ങി. വാ പെണ്ണുങ്ങൾക്ക് ഇതിലും ധൈര്യമുണ്ട്. മനസ്സിലായി? പിള്ളേർക്കൊക്കെ നല്ല ധൈര്യമുണ്ട്. വാ ഇറങ്ങ്. മോനെ ഇറങ്ങ് മോനെ ഇറങ്ങടാ.
ഇറങ്ങടാ നീ ഇറങ്ങ്. എടാ ഒറ്റ മിനിറ്റ് നേരിട്ട് ദൈവത്തെ വിളിച്ചു. എന്തൊക്കെ തരം മൊണ്ണാളാന്നോ എന്തോ വന്നേക്കുന്നത്. സാരി ഒക്കെ ഉടുത്ത് ജീവിക്കടാ പോയി പോ. സാരി എടുത്തിട്ട് ബസ് സ്റ്റാൻഡിന്റെ അടിയിൽ പോയി ഇപ്പോ അവിടെ ഒരു അതൊക്കെയാണ് പോയിന്നോ ഇങ്ങനൊക്കെ ജീവിക്കുന്നതിന് നല്ലത് സാരി ലൈം പോയില്ല അതിന്റെ അടിയിൽ. നിങ്ങളുടെ റാമനും ഒരു ലൈം ജ്യൂസ് പിന്നെ 1 ലക്ഷം രൂപ അതിന് പോയില്ല നീ എന്റെ അടിയിൽ. അത് നിന്നെ കൊണ്ട് പറ്റും. എടാ കുട്ടാ അതങ്ങനെ നല്ലത്. മുടി പിന്നെ നീട്ടി വളർത്തണ്ടല്ലോ, ഓൾറെഡി കുറച്ചുണ്ടല്ലോ. ഉണ്ടല്ലോ അത് മറ്റേ കുട്ടാ. മീശ നിനക്ക് ആന എല്ലാ ദിവസവും എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ 5 മണിക്ക് ആനയുടെ 5-ാം കാലം എഴുന്നൊരു പരിപാടി ഉണ്ട്. വരുന്നോ? 5-ാം കാലം മാത്രം കഴിവിട്ടാ മതി. നിനക്കാണ് ബെസ്റ്റ്. നിനക്കാണ് ബെസ്റ്റ്. അപ്പൊ സംബന്ധിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ കൈവച്ച് പരിപാടി ഉണ്ട്. ഇറങ്ങും മോനെ. എടാ ഇറങ്ങും. എടാ ഇങ്ങനെ ഞാൻ പറഞ്ഞേ സേഫ് സോണിൽ നിന്ന് കുറച്ചുകൂടാ മോനെടാ. ഇതെന്താ ഇത് നിയമമൊന്നും പഠിക്കാണോ നീ ഇതിന്റെ അകത്ത് കയറി വന്നേ? വാ ഇറങ്ങു. വാ സംസാരിക്കാം. വാടാ മോനെ. എടാ കുട്ടാ ഇറങ്ങുവാ. മനസ്സിലായോ? മച്ചു അങ്ങനെ ചെയ്തൂടാ മച്ചു. നിയമം നടത്തില്ല. വാ പുറത്തോട്ട് ഒരാളെ ഒന്നും ചെയ്യില്ല, നമുക്ക് സംസാരിച്ചു തീർക്കാം. ഇല്ല പുറത്തിറങ്ങിയ ഒന്നും ചെയ്യത്തില്ല നിന്നെ. നമുക്ക് സംസാരിക്കാനല്ല മോനെ അനുസരിച്ചിരിക്കും. മനസ്സിലായോ? നിന്റെ പുറത്തിറങ്ങാൻ കൊല്ലയൊന്നുമില്ല, നീ പുറത്തിറങ്ങും. കണ്ണിന്റെ ഒരു എന്തായാലും കൊല്ലത്തില്ല, നീ പുറത്തിറങ്ങും. അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. വാടാ. ഇല്ലടാ ഇവ ഇറങ്ങത്തില്ലടാ. ഇവന് നട്ടലുണ്ട്. അവരോട് എടാ മോനെ. എടാ പുറത്തിറങ്ങ. എടാ നിനക്ക് വേണ്ടി മെയിലിടുന്നേ. നിനക്ക് വേണ്ടി മെയിലിൽ ഇതേ മേളിലോട്ട് ഇടുന്നേ. മോനെ മേൽവശം കാണുന്നില്ലേ? നട്ടലിന്റെ കാര്യം മാത്രം അവനോട് പറയല്ലേ. എടാ അതല്ല. എടാ മേൽവശം കണ്ടില്ലേ? എടാ സിറ്റുവേഷൻ ഉണ്ടാക്കിട്ട് ഇതിനകത്ത് നിന്നൂടെ ബ്രോ. മനസ്സിലാക്കി പുറത്തോട്ട് വാ. ദൈവം ഇടുന്നുണ്ടില്ലേ? വാ ബ്രോ. സിറ്റുവേഷൻ അല്ലല്ലോന്നോ. നീ പിന്നെ താണ്ട തോന്നിയാസം വിളിച്ച് തന്തയ്ക്ക് വിളിച്ചിട്ട് നീ ഇത് പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചില്ല, നീ തോന്നിയാസം വിളിച്ച് മറ്റേ കൊണച്ചിട്ട് അങ്ങനെ നീ ഇത് പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചില്ല. അതിന്റെ മിസ്റ്റേക്ക്. എന്റെ മിസ്റ്റേക്ക്. നീ മറ്റേ കിടന്ന് നീ കൊറേ നേരം കിടന്ന് കൊണച്ചല്ലേ? കേട്ടോടാ. നീ വെളിയിറങ്ങി. ഇങ്ങനെ നിന്നൂടാ. ഇങ്ങനെ ചെയ്തൂടാ ബ്രോ. ബ്രോ നിയമം ഒന്നും അറിയത്തില്ലേ? ബ്രോ വെളിയിലോട്ടിറങ്ങും. അല്ലെങ്കിൽ വലിച്ചങ്ങ് വെളിയിലിട്ട് തരും. മനസ്സിലായ? വലിച്ചങ്ങ് ഇട്ട് തരും. വെളിയിറങ്ങി എനിക്ക് തോന്നാനുള്ള ഇറങ്ങുന്നില്ല. മൊത്തം പുറത്തിരിക്കും. മനസ്സിലായോ? ബ്രോ ഇറങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ നിന്നെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. നീ ഇപ്പൊ പോതി നീ നേരെ പുറത്തോട്ടോ? ഈ പുറത്തോട്ടല്ല. ആണോ? നിന്റെ വെല്ലുവിളിയാണോ? ഫൈനൽ വാർണിങ് മോനെ. ഫൈനൽ വാർണിങ് ഇല്ലെങ്കിൽ നീ പോവും. നീ ഇറങ്ങിയില്ല. നീ വെല്ലുവിളിക്കരുത്. നമ്മളോട് എന്താണ് മോനെ? എന്താ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റില്ല. വെല്ലുവിളി. ഓക്കെ. എല്ലാരും വെയിറ്റ് ചെയ്താ ഇറങ്ങാൻ പറ്റൂല. ബൈ. എത്ര പേരാണ് കൂടിയിരിക്കുന്നേ? ജനങ്ങളുടെ ഒക്കെ ഒരു ഹരം. ജനങ്ങൾ കൂടുന്നു കേട്ടാ. കത്തിയില്ലല്ലോ. ഞാൻ അനങ്ങാൻ നിൽക്കുന്നോണ്ട് ചോദിച്ചാണ്. റെഡി 1 2 3. ഞാനില്ല. അതല്ല ഇത് വേറെ. വന്നു. അല്ല മറിച്ച് അഡ്മിൻ സംസാരിക്കോ? കേക്കുന്നുണ്ടോ? പിള്ളേച്ചോ? ഹലോ കേക്കാവോ? കേൾക്കുന്നുണ്ട്. ഓൺ സിറ്റുവേഷൻ ആണെങ്കിൽ സേഫ് സോൺ അകത്ത് നിൽക്കാൻ പാടില്ല. ആക്ഷൻ കാണും. ഫൈനൽ വാണിംഗ് ആണ്. സിറ്റുവേഷൻ അല്ലല്ലോ. സിറ്റുവേഷൻ അല്ലേ ഇത്? ബ്രോ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേക്കാവല്ലോ ബ്രോ? ദൈവം കേക്കാവോ? സിറ്റുവേഷൻ പറഞ്ഞുതരാം ബ്രോ. ഇവന്റെ കൂട്ടുകാരനോട് എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറയട്ടെ. അപ്പൊ എന്നെ വന്ന് പിറ്റ് ചെയ്തിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ എന്നെ ഇടിച്ച് ബ്രോ സോറി പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഇവനും ഉണ്ടായിരുന്നു ഇവന്റെ കൂട്ടുകാരുണ്ട്. അപ്പൊ ഇവന്റെ കൂട്ടുകാരനാണ് കൊണ പറഞ്ഞിട്ടൊക്കെ പോയി. അപ്പൊ ഞാൻ അടുത്തത് ഇവൻ സിറ്റി വന്നപ്പോഴത്തേക്ക് സിറ്റിയില് ഇവന്റെ അടുത്ത് വന്ന് സംസാരിച്ച്
അപ്പോൾ ഇവൻ്റെ അടുത്ത് പേരൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് പോയി. അപ്പോഴും എനിക്കൊരു ഡൗട്ട് അടിച്ചു കള്ളം പറയുന്നു. അപ്പോൾ ഒന്നുകൂടി ഇവനെ പിടിച്ചിട്ട് ഇവൻ്റെ അടുത്ത് പേരൊക്കെ ചോദിച്ച് എന്നിട്ട് അവൻ്റെ പേര് കൺഫേം വെരിഫൈ ഒക്കെ ചെയ്ത്. അപ്പോഴത്തേക്ക് ഏബല് വന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള ഏബല് വന്ന് ചോദിച്ച് ബ്രോയുടെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്ന പോകുന്ന എംബോക്കുകളുടെ അടുത്ത് എന്തോ പേര് പറഞ്ഞു. എന്താണ് ഏബല് പറഞ്ഞു? അവൻ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ പറഞ്ഞു. കണ്ടമാരടുത്തൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കൊണച്ച രീതി സംസാരിച്ചു. അതിനുശേഷം SRKയും ഇവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനും നല്ല രീതിയിൽ പറഞ്ഞ് SRK നല്ല രീതിയിൽ പറഞ്ഞു, നമ്മളെല്ലാരും നല്ല രീതിയിൽ പറഞ്ഞു. ഇത്രയും നല്ല രീതിയിൽ സിറ്റുവേഷൻ ഇതൊന്ന് ജസ്റ്റ് പുറത്തൊന്ന് കാണിക്കാം. ആ വന്ന് കാണിക്കാം. എടാ SRK തലസിലാതാറുണ്ട് ഒന്നുപോയി കാണിക്കണം. അവര് പറഞ്ഞ രീതിയിലല്ല നടന്നെങ്കിൽ ബ്രോയുടെ POV ആയിട്ട് പുറത്തോട്ടോ. അതില്ല ബിയോബിയാ അതെന്താന്ന് ചോദിക്കുന്നത്? എന്താന്ന് പോലും അറിയത്തില്ല. അതെന്താ ബിയോയുടെ ഫുൾ ഫോം അറിയണേ? ക്യാമറ ഉണ്ടോ തലയുടെ മേളിലോ കാലിന്റെ SRK ഹലോ SRK കാലിന്റെ അവിടെ സാമാനല്ലേ ക്യാമറ എങ്ങനെ വെച്ചിട്ടുണ്ടാവും. മെറ്റാഗ്ലാസ് ഇട്ടിട്ടുണ്ട്. SRK പോയേട്ടാ പകുതി അവന്റെ മുടിയുടെ ഇടയില റോജാമലർ കൂട്ടം പഞ്ചാരത്തേനോട്ടം. നീ വെളിയിറങ്ങിയ നിന്നെ ഇന്ന് ഓർച്ച നീ ഇന്ന് കക്കൂസ് കഴിയും. മനസ്സിലായി? നീ സിറ്റിയിൽ ആദ്യത്തെ ദിവസമല്ലേ നിന്റെ ആദ്യത്തെ ദിവസം വന്നവനൊന്നും ഇത്ര ഗുണം വേണ്ട. ആദ്യ ദിവസം എന്നെ കക്കൂസ് ചെയ്താൽ നീ ആയിരിക്കും. സിറ്റിയിൽ ആദ്യത്തെ ദിവസം നീയാണെന്ന് കുറച്ച് മൂഞ്ചിക്കൊണ്ടൊക്കെ വായിലോട്ട് വന്നത് മനസ്സിലായോ? നീ നിന്റെ അടുത്ത് അല്ല ഞാൻ പറട്ടെ, നിനക്കൊരു പേര് നിനക്ക് ഇട്ട് തന്നേക്കുന്നത് നിനക്ക് എന്താ പട്ടി നിന്നെ വിളിക്കാനാണോ? അല്ലല്ലോ, മനുഷ്യരെ തന്നെ നിന്നെ വിളിക്കാനല്ലേ? അവൻ മര്യാദക്കല്ലേ നിന്റെ അടുത്തൊന്ന് പേര് വെച്ചേ? അവൻ മര്യാദക്കാണോ നിന്റെ അടുത്തൊന്ന് പേര് വെച്ചേ? ആ സോറി ഓൾഡാണ് സിറ്റിസമ്പള്ളിയൊന്നും എന്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. പിന്നെ പോട്ടെ, അത് അല്ലല്ല അത് ഞാൻ വിട്ടാടാ. നിന്നെ പറഞ്ഞോണ്ടാണ് ഞാൻ പേര് കോർത്തത്. അളിയ ഞാൻ മര്യാദക്കാളി അവന്റെ പേര് ചോദിച്ചേ. ഞാൻ ഒന്നും കുണച്ചില്ല ഒന്നുമില്ല. ഹലോ ബ്രോ പേരെന്താന്ന് ചോദിച്ചപ്പോ അവൻ ഇങ്ങോട്ട് കുണച്ചു. പിന്നെ നമ്മളെ സിറ്റുവേഷൻ നിൽക്കുമ്പോഴത്തേക്ക് നീ തോളത്ത് കയറി വന്നിരുന്ന് തന്തേലാരി പറഞ്ഞോണ്ടിരിക്കല്ലേ എളിയ? നമുക്കാണത് ഇത് വരുന്നത് കേട്ടാ. മോനെ അങ്ങോട്ട് മാറിയില്ലേ? ഇല്ല കാല വരെ നേരെ തടിയും പോ. നീ പോ നീ സൈസോടെ താളാടി ബാ. എന്തൊരു പറ്റുന്നു? ഞാൻ മാറിയെന്നാ ബ്രോ. അവൻ ഇങ്ങോട്ടല്ലേ ബ്രോ വന്നേ? ഞാൻ മാറിയെന്നല്ലേ? വലിച്ചാലേ നിന്റെ കുട്ടികളല്ലേ പറയണേ? നിന്നോടല്ലേ പറഞ്ഞോണ്ടല്ലേ? നീ പറയൂടാ. POV ചെക്ക് ചെയ്തോണ്ടിരിക്കുക, മിണ്ടായിരിക്കുക. അവരവരുടെ സൈഡിൽ നിൽക്കുക, ബ്രോയുടെ സൈഡിൽ പോയി മാറിയിരിക്കുക. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ഓ പറടാ. ഞാനിപ്പോ കത്തോളിയാ മണ്ടാച്ചിട്ടും മോട്ടം. ഹലോ ഞാൻ റൂൾസ് അറിയാതെ RP കളിക്കുന്നത്. നീ എന്നെ പഠിപ്പിക്കല്ലേ? വലിയ ഇതേത് ഡാൻസറാ? ഹലോ അതേത് ഡാൻസറാ? ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാ കേട്ടാ. നാളേക്ക് പാക്കല്ലെന്ന്. ഇതാര് ശബ്ദം? എവിടെ കേട്ടു പറിച്ചുള്ള ശബ്ദം? ഏതിപ്പോ സിറ്റിയിലൊക്കെ ഉണ്ട്. അവനെന്താ അവൻ പോയ? അവനിവിടെ ഇപ്പൊ ഇരിപ്പില്ലേ? SRK കാണിച്ചിട്ട്
എന്തോ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തവരെടുത്ത് സംസാരിച്ച് നമ്മുടെ ഒരു വില കളയണ. നമ്മുടെ വിലയെന്നല്ലല്ലോ ബ്രോ. ഒരാള് മാനുവായിട്ട് ഞാൻ വിട്ടതാ ബ്രോ. ഒരാള് മാനുവായിട്ട് പേര് ചോദിച്ചപ്പോഴത്തേക്ക് മനസ്സിലായോ? അത് സംസാരിച്ചിട്ടൊരു കാര്യമില്ല. ആ മാനുവായിട്ടെന്ന പേര് ചോദിച്ചപ്പോഴത്തേക്ക് ബ്രോ അവ ഒരു ദിവസമായുള്ളൂ ബ്രോ സിറ്റി വന്നിട്ട്. ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ മുളയിൽ നുള്ളണം ബ്രോ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ. അങ്ങനെ നുള്ളണമെന്നല്ല, ഇങ്ങനെയുള്ളവന്മാരാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഇഷ്ടം ഇങ്ങനെയുള്ളവന്മാരെയാ. അവനെ ഒന്ന് ട്രിഗർ ആക്കി എന്നെ വെറുപ്പിച്ച് വെച്ച് കഴിഞ്ഞാലേ ഇല്ലെങ്കിൽ ഇപ്പൊ ലോകത്തുള്ള എല്ലാവരും സൗഹൃദങ്ങളും ഇപ്പൊ ബ്രോ ഉൾപ്പെടെ സൗഹൃദങ്ങളും എനിക്ക് TBS ആയിട്ട് വള്ളി പിടിക്കാൻ പറ്റുമോ? ബ്രോ ഒന്ന് സംസാരിക്കാൻ മനസ്സിൽ പോകത്തില്ലേ? പക്ഷെ എന്നും പറഞ്ഞ അങ്ങനെ നീ വിചാരിച്ചിരിക്കണ്ട. എനിക്കിപ്പോ പെണ്ണും പടക്കോഴിയൊന്നുമില്ല. അപ്പൊ ഞാൻ മറ്റേ എന്റെ ഹൃദയം ഉണ്ടല്ലോ ഇപ്പൊ കല്ലായി തുടങ്ങാം പഴയ പോലെ. ഞാൻ ഇനി പഴുതവനെ പോകുന്നവനെ എല്ലാം പൂയും എല്ലാം വിളിച്ച് സിറ്റുവേഷൻ ആക്കും. ഒരാളെ കണ്ടുപിടിക്കണ്ടേ? വേണ്ട. അങ്ങനെ പിന്നെ FRP കാണിക്കാൻ പോയ നമ്മടെ ഇവനില്ലേ, നമ്മടെ SRK 7 ദിവസം പുറത്താ. എന്ത് ആള് ചെറുതായിട്ട് ഇവരുടെ തന്ത കൂടെ വന്ന 10 തന്തമാരെ എന്തൊക്കെ പറഞ്ഞു. ബട്ടൊരു കാര്യണ്ട്, അവന്റെ POD മാത്രല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ബാങ്ക് കിട്ടത്തുള്ളൂ. ഇവന്റെ POD കാണിച്ചു കൊടുത്ത് വിളിച്ചു എങ്ങനെ കിട്ടുന്നുണ്ട്? വെറുതെ പറഞ്ഞാ പൊട്ട